യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തും. ജില്ലാ ക്രൈംബ്രാഞ്ചിൽ നിന്നും ഫയലുകൾ കൈമാറാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. SITയിലെ ഉദ്യോഗസ്ഥർ നാളെ ആലപ്പുഴയിലെത്തി ഫയലുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കും. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം കേസിൽ ചോദ്യം ചെയ്യും. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി. മനീഷ്, അപ്പോൾ ഗൺമാൻമാരെ, രക്ഷാപ്രവർത്തനം നടത്തിയവരെ വിളിച്ചു വരുത്താനുള്ള തീരുമാനമാണോ ഇപ്പോൾ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്? വളരെ വേഗം അതിന് നടപടികൾ പുരോഗമിക്കുന്നു അല്ലേ മനീഷ്? അതേ സ്മൃതി, ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ SP AP ഷൌക്കത്ത് അലി ഇന്ന് ആലപ്പുഴയിലെത്തി. നാളെ ഈ ടീമിന്റെ പ്രത്യേക സമ്പൂർണ്ണ യോഗം ചേരും. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായും കഴിഞ്ഞ 3 വർഷത്തോളമായി കേസ് അന്വേഷിച്ച 9 ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഒപ്പം തന്നെ ഫയലുകൾ എത്രയും വേഗം നൽകാൻ വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ, അത് 9 മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. ആ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന്റെ പരിശോധനാ ഫലം ഇതുവരെയും അന്വേഷണ സംഘത്തിന്, അതായത് മുൻപ് അന്വേഷിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ആ അന്വേഷണ ഫലം നേരത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടി നോട്ടീസ് കൊടുക്കും. ഒപ്പം തന്നെ ഈ കേസ് മുൻപ് അന്വേഷിച്ച 9 ഉദ്യോഗസ്ഥരുടെയും പക്കൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ഈ കേസിലെ പ്രതികളായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളുണ്ട്. എത്രയും വേഗം അന്വേഷണം പൂർത്തി, അതായത് 1 മാസത്തെ സമയമാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ കേസിൽ ഏറ്റവും സങ്കീർണമായത് ആകെയുള്ള ഒരു മൊബൈൽ ഫോണിന്റെ തെളിവാണ്. മറ്റ് ഗാഡ്ജറ്റുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തിയെങ്കിലും അതിന്റെ തെളിവുകളിൽ. ഒപ്പം തന്നെ കേസിൽ ആകെയുള്ളത് 4 സാക്ഷികളാണ്. 4 സാക്ഷികളിൽ 3 പേർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒരാൾ മാധ്യമപ്രവർത്തകൻ, ജയ്ഹിന്ദ് TVയുടെ ക്യാമറമാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കേസിലെ സാക്ഷികൾക്ക് രാഷ്ട്രീയമുള്ളത് കേസിനെ ബാധിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സാക്ഷികളെ കേസിൽ സാക്ഷികളാക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. കാരണം പൊതുമധ്യത്തിൽ വെച്ച് നിരവധി ആളുകളുടെ മുന്നിൽ വെച്ച് കൂടുതൽ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്നൊരു വാദമാണ് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടത് എന്ന് കൂടിയുണ്ട്. മനീഷ്, മറ്റൊരു കാര്യം കൂടി, ഈ കേസിൽപ്പെട്ട 2 ഗൺമാൻമാരും അവരിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷാ ചുമതലയിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്ത കൂടിയുണ്ട്. എന്തെങ്കിലും സ്ഥിരീകരിക്കാനാവുന്നുണ്ടോ? അത്തരം കാര്യങ്ങളിലേക്ക് നിലവിൽ സ്ഥിരീകരണം എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ വലിയ പ്രോട്ടോകോൾ ലംഘനം ഇവർ നടത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ ഭാഗമായി ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ് പിന്നീട് വകുപ്പ് തല നടപടി ഉണ്ടാകാനുള്ള സ്ഥിതിയിലേക്ക് ഇരിക്കുക. അത്തരം കാര്യങ്ങളിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത നിലവിൽ കുറവാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ തന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഈ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ശുപാർശ ചെയ്യാം. പക്ഷേ അത് ആഭ്യന്തര വകുപ്പിനെ തടയാനുള്ള സാങ്കേതികമായ അധികാരവും അവകാശവുമുണ്ട്. പ്രത്യേകിച്ചും ഈ അന്വേഷണം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അത് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ, അതും ആ കേസിലെ പ്രതികളായിരിക്കുന്ന ഘട്ടത്തിൽ, അതുപോലെ തന്നെ ഈ കേസിൽ വകുപ്പുകൾ തന്നെ മാറ്റാനും സാധ്യതയുണ്ട്. കാരണം തലയ്ക്കും തന്നെ അടിച്ച കേസാണ്. അതായത് നിലവിൽ ഈ കേസ് ദുർബലമായ വകുപ്പുകളാണുള്ളത്. പക്ഷേ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ വലിയ ക്രിമിനൽ കുറ്റമായിരിക്കും ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും വരിക. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഗൺമാൻമാരായോ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായോ എത്തുക എന്നതിലുപരി ഇവർക്ക് വകുപ്പുതല നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ വേഗത എത്രത്തോളം ഉണ്ട്, തെളിവുകൾ, സാക്ഷികൾ തുടങ്ങിയ കാര്യത്തിലുള്ള വേഗത, ഒപ്പം തന്നെ മുൻപ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ആ 9 ഉദ്യോഗസ്ഥരെയും ഈ 3 വർഷത്തോളം അന്വേഷിച്ചതിന്റെ എല്ലാ വഴിത്തിരിവുകളിലും പോലീസിന് കടന്നു പോകേണ്ടി വരും. ആകെ 7 ഉദ്യോഗസ്ഥരുണ്ട്. കേസ് അന്വേഷിക്കുന്നത് ബൈജു പൗലോസ് ആണ്. മേൽനോട്ടം വഹിക്കുന്നത് ഈ സംഘത്തിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ AP ഷൌക്കത്ത് അലിയും കൂടിയാണ്. സ്മൃതി. ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. വിജയ്